അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ E Coli. E Coli can metabolize various sugars for energy, but it primarily favor glucose as its carbon source. ഇപ്പോൾ E Coli എന്ന് പറയുമ്പോൾ അവർക്ക് പല ഷുഗേഴ്സിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ അവരെപ്പോഴും ഫേവർ ചെയ്യുന്നത് ഗ്ലൂക്കോസിനെയാണ്. അവരുടെ മെയിൻ കാർബൺ സോഴ്സായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് ഗ്ലൂക്കോസിനാണ്. അതായത് ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് എന്താ ചെയ്യുന്നത്? ദ ജീൻസ് റിക്വയർഡ് ടു ഡൈജസ്റ്റ് അതർ ഷുഗർ സച്ച് ആസ് ലാക്ടോസ് ആൻഡ് അറാബിനോസ് ആർ സപ്രസ്. ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് ഈ ലാക്ടോസ്, അറാബിനോസ് അങ്ങനെയുള്ള ഷുഗേഴ്സിന് ഉണ്ടാക്കുന്ന ജീനുകളൊക്കെ എന്ത് ചെയ്യും? അവർ സപ്രസ് ചെയ്ത് വെക്കും. ആൻഡ് ദിസ് റെഗുലേറ്ററി മെക്കാനിസം ഈസ് ടേംഡ് കാറ്റബോളൈറ്റ് റെപ്രഷൻ, ഓൾസോ നോൺ ആസ് ഗ്ലൂക്കോസ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് കാറ്റബോളൈറ്റ് റെപ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഗ്ലൂക്കോസ് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ E Coliക്ക് ശരിക്കും അവർ മെയിൻ കാർബൺ സോഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് അവരെന്താ ചെയ്യുന്നത്? മറ്റുള്ള ഷുഗേഴ്സ് ഉണ്ടാക്കുന്ന ജീനുകളെയൊക്കെ സപ്രസ് ചെയ്ത് വെക്കും. ഈ ഒരു മെക്കാനിസത്തിനെയാണ് കാറ്റബോളൈറ്റ് റെപ്രഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് കൺസെപ്റ്റ് ഓഫ് കാറ്റബോളൈറ്റ് റെപ്രഷൻ നോക്കാം. കാറ്റബോളൈറ്റ് റെപ്രഷൻ റെഫേഴ്സ് ടു ദ ഇൻഹിബിഷൻ ഓഫ് കാറ്റബോളിക് ഓപ്പറോൺസ് ലൈക്ക് ലാക് ഓപ്പറോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്. ഇപ്പോൾ കാറ്റബോളൈറ്റ് റെപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റബോളിക് ഓപ്പറോൺസുകൾ, അതായത് ഇപ്പോൾ നമുക്കറിയാവുന്ന ലാക് ഓപ്പറോൺ, അതൊക്കെ ഒരു കാറ്റബോളിക് ഓപ്പറോണുകളാണ്. ഈ ഒരു ലാക് ഓപ്പറോൺസ് ഒക്കെ ഇൻഹിബിറ്റ് ചെയ്ത് വെക്കും എന്നാണ് എപ്പോഴാണ് ഈ പറയുന്ന ഗ്ലൂക്കോസ് ഉള്ള സമയത്ത്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഈ ലാക് ഓപ്പറോൺ പോലുള്ള കാറ്റബോളിക് ഓപ്പറോൺസിന് ഇൻഹിബിറ്റ് ചെയ്യും. ദിസ് എൻഷുർ ദ E Coli പ്രയോറിറ്റൈസ് ഗ്ലൂക്കോസ് യൂട്ടിലൈസേഷൻ ബിഫോർ സ്വിച്ചിങ് ടു ആൾട്ടർനേറ്റീവ് ഷുഗേഴ്സ്. അതായത് ഈ ഒരു ഇങ്ങനൊരു മെക്കാനിസം ചെയ്യണം എന്തിനാണ്? E Coliക്ക് എപ്പോഴും ഗ്ലൂക്കോസ് തന്നെയായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് മറ്റുള്ള ഷുഗേഴ്സിനോട് പ്രിഫറൻസ് കൊടുക്കണേക്കാളും മുന്നേ ആ ഒരു ഗ്ലൂക്കോസ് തന്നെ ആയിരിക്കണം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇറ്റ് എക്സംപ്ലിഫൈ പോസിറ്റീവ് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേഷൻ സിൻസ് ദ പ്രസൻസ് ഓഫ് ആൻ ആക്ടിവേറ്റർ ദ CAP കോംപ്ലക്സ് ഇസ് എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സൈക്ലിക് AMP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം ATP ബൈ ദ എൻസൈം അഡിലൈറ്റ് സൈക്ലേസ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ സൈക്ലിക് AMP സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? അഡിലൈറ്റ് സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈം. അതിൻ്റെ സഹായത്തോടെ ATPയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈക്ലിക് AMP ഉണ്ടാക്കുന്നത്. ഹൈ ഗ്ലൂക്കോസ് ലെവൽ ലീഡ്സ് ടു റെഡ്യൂസ്ഡ് അഡിലൈറ്റ് സൈക്ലേസ് ആക്ടിവിറ്റി. ഇപ്പോൾ നോക്കിക്കേ, ഈ ഒരു പിക്ചർ നോക്കിക്കേ, ഇവിടെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ്. ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? അഡിലൈറ്റ് സൈക്ലീസിന്റെ ആക്ടിവിറ്റിനെ അത് റെഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സൈക്ലിക് AMP ലെവൽ കുറയുന്നുണ്ട്. Okay, so conversely, when glucose is lacking, adenylyte cyclase become active, increasing cyclic AMP level. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഗ്ലൂക്കോസിന് അളവ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സൈക്ലിക് AMP ആക്റ്റീവ് ആയിട്ട് ധാരാളം സൈക്ലിക് AMP ഉണ്ടാവുന്നതും പിന്നെ സൈക്ലിക് AMPയും CAPയും തമ്മിൽ ചേർന്ന് ഇവർ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ചെയ്യുന്നത്, ഇനിഷ്യേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, സോ CAP അതായത് കാറ്റബോളൈറ്റ് ആക്ടിവേറ്റർ പ്രോട്ടീൻ ഓർ CRP, ദാറ്റ് ഈസ് സൈക്ലിക് AMP receptor protein. The CAP form a complex with the CAMP. അപ്പോൾ സൈക്ലിക് AMP ആയിട്ട് കോംപ്ലക്സ് ചെയ്യുന്ന ഒരാളാണ് CAP. അപ്പോൾ അതേ നോക്കിക്കേ, ഈ ഒരു ഫിഗറിൽ നോക്കിക്കേ, ഈ ഒരു ഗ്രീൻ കളറിലുള്ളതാണ് സൈക്ലിക് AMP. ഇതാണ് നമ്മളുടെ CAP. ഇപ്പോൾ ഈ ഒരു CAPയും അതുപോലെ തന്നെ സൈക്ലിക് AMPയും കൂടി ചേർന്ന് CAP സൈക്ലിക് AMP കോംപ്ലക്സ് ഫോം ചെയ്യാറുണ്ട്. Okay, so this complex attached to site upstream of the promoter, facilitating RNA polymerase binding and promoting transcription. ഇങ്ങനെ ഈ ഒരു CAP സൈക്ലിക് AMP കോംപ്ലക്സ് വന്ന് ഫോം ചെയ്താലാണ് ഇവരെന്ത് ചെയ്യുന്നത്? പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്ത് RNA പോളിമറേസിന് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് കൂടുന്ന ടൈമിൽ ഈ സൈക്ലിക് AMP എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് അഡിലൈറ്റ് സൈക്ലീസിൻ്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് സൈക്ലിക് AMP ലോ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കാനും പറ്റില്ല. ട്രാൻസ്ക്രിപ്ഷൻ അവിടെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെക്കാനിസം യൂസിങ് ദ ലാക് ഓപ്പറോൺ ആസ് എക്സാമ്പിൾ. ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് സൈക്ലിക് AMP ലെവൽ ഡ്രോപ്പ്. അപ്പോൾ എന്താണ് ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് എന്താ നടക്കുന്നത്? ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് CAMP ലെവൽ ഡ്രോപ്പ് ചെയ്യും. ആസ് എ റിസൾട്ട് CAP കോംപ്ലക്സ് കനോട്ട് ഫോം, പ്രിവെന്റിങ് CAP ഫ്രം ബൈൻഡിങ് ടു ദ പ്രൊമോട്ടർ.
അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് സൈക്ലിക് AMPയുടെ ലെവല് കുറയുന്നു. അപ്പോൾ ഈ ഒരു CAP സൈക്ലിക് AMP കോംപ്ലക്സ് ഫോം ചെയ്യുമില്ല. CAPക്ക് പ്രൊമോട്ടർ പോയി ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കോൺസിക്വന്റ്ലി RNA പോളിമറേസ് ബൈൻഡ് വീക്ക്ലി ലീഡിങ് ടു മിനിമൽ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ ലാക് ഓപ്പറോൺ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഇവർ തമ്മിൽ അവിടെ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്തില്ലെങ്കിൽ, ഈ ഒരു കോംപ്ലക്സ് ബൈൻഡ് ചെയ്തില്ലെങ്കിൽ RNA പോളിമറേസിന് വീക്കായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്ലൂക്കോസ് സൈക്ലിക് AMP ലെവൽ റൈസ്. ഇപ്പൊ ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്താണ് സൈക്ലിക് AMPയുടെ ലെവൽ കൂടുന്നതും ഈ ഒരു CAP സൈക്ലിക് AMP കോംപ്ലക്സ് ഫോം ചെയ്ത് പ്രൊമോട്ടറിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ RNA പോളിമറൈസിന് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് എഫക്റ്റീവ്ലി ആയിട്ട് പോയി ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. തസ് ദ ലാക് ഓപ്പറോൺ ഈസ് ഫുള്ളി എക്സ്പ്രസ് ഓൺലി വെൻ ഗ്ലൂക്കോസ് ഈസ് ആബ്സെന്റ് ആൻഡ് ലാക്ടോസ് ഈസ് അവൈലബിൾ. നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ളത് ലാക് ഓപ്പറോണിന്റെ ഇൻഡ്യൂസർ ആണ് ലാക്ടോസ് എന്നുള്ള ഈ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്നത്. ആൻഡ് ഈ ഒരു കേസിൽ എന്താണ്? ഈ പറയുന്ന ഗ്ലൂക്കോസ് ആബ്സെന്റ് ആവണം, അതായത് ഗ്ലൂക്കോസ് ആബ്സെന്റ് ആവുകയും ചെയ്യണം, ലാക്ടോസ് അവൈലബിൾ ആവണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലാക് ഓപ്പറോൺ ഫുള്ളി എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കാറ്റബോളിക് റെപ്രഷൻ എനേബിൾ E. coli ടു കൺസർവ് എനർജി ബൈ യൂട്ടിലൈസിങ് ഗ്ലൂക്കോസ് ഫസ്റ്റ് ആൻഡ് ഇറ്റ്സ് മോസ്റ്റ് എഫിഷ്യന്റ് കാർബൺ സോഴ്സ്. അതായത് ഈ പറയുന്ന കാറ്റബോളിക് റെപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് E. coli ഏറ്റവും ഫസ്റ്റ് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഗ്ലൂക്കോസ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഇല്ലുസ്ട്രേറ്റ് ദ ഹൈറാർക്കിയൽ ഷുഗർ യൂട്ടിലൈസേഷൻ പ്രിൻസിപ്പിൾ ഇൻ ബാക്ടീരിയ ആൻഡ് ദിസ് സിസ്റ്റം സെർവ് ആസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് ജീൻ റെഗുലേഷൻ ഇൻ പ്രൊക്യാരിയോട്സ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കിക്കേ? ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് സൈക്ലിക് AMPയുടെ അളവ് കുറവായിരിക്കുള്ളൂ. അതുകൊണ്ട് CAP CAMP കോംപ്ലക്സ് ഫോം ചെയ്യൂല, ട്രാൻസ്ക്രിപ്ഷൻ അവിടെ തടസ്സപ്പെടുന്നു. ലോ ഗ്ലൂക്കോസിന്റെ സമയത്ത് ഹൈ സൈക്ലിക് AMP ഉണ്ടാവുന്നു. അങ്ങനെ CAP സൈക്ലിക് AMP ബൈൻഡ് ഒരു കോംപ്ലക്സ് എന്ത് ചെയ്യും? പ്രൊമോട്ടറിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ RNA പോളിമറേസിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റഡ്. ഓക്കെ, സോ ഇതാണ് എന്ത് കാറ്റബോളിക് റെപ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത കേസാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ E. coli ട്രിപ്റ്റോഫാൻ ഓപ്രോൺ. ഓക്കെ, നമുക്കിനി എന്താണ് ഈ ട്രിപ്റ്റോഫാൻ ഓപ്രോൺ നോക്കാം. ദ ട്രിപ്റ്റോഫാൻ ഓപ്രോൺ ഇൻ E. coli റെഗുലേറ്റ് ദ സിന്തസിസ് ഓഫ് ദ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ. അപ്പൊ ഈ ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കുന്ന ട്രിപ്റ്റോഫാൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്രോൺ ആണ് ട്രിപ്റ്റോഫാൻ ഓപ്രോൺ. നമുക്കറിയാം ലാക് ഓപ്രോൺ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഈ പറയുന്ന ലാക്ടോസ് ആണ് അവിടുത്തെ ഇൻഡ്യൂസർ എന്നും അതിന് എന്താണ് അവിടെ കുറെ എൻസൈംസുകൾ ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസാസിറ്റലീസ്, അങ്ങനെ കുറെ എൻസൈംസുകളൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് ലാക്ടോസിന്റെ പ്രസൻസ്. സോ അതുപോലെ തന്നെ വേറൊരു ഓപ്രോൺ ആണ് ട്രിപ്റ്റോഫാൻ ഓപ്രോൺ. ഇവിടുത്തെ ഈ ഒരു ഓപ്രോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ധാരാളം ട്രിപ്റ്റോഫാൻ സിന്തസിസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്രോൺ ആണ് ട്രിപ്റ്റോഫാൻ ഓപ്രോൺ എന്ന് പറയുന്നത്. ഇറ്റ് സെർവ് ആസ് എ റെപ്രസിബിൾ ഓപ്രോൺ ടിപ്പിക്കലി ഓൺ ബട്ട് ക്യാൻ ബി ടേൺഡ് ഓഫ് വെൻ ട്രിപ്റ്റോഫാൻ ഇസ് പ്ലെന്റിഫുൾ. അതായത് ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്രോൺ ആണ് ട്രിപ്റ്റോഫാൻ ഓപ്രോൺ. ട്രിപ്റ്റോഫാൻ ധാരാളം ഉണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഓപ്രോൺ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആയി പോകും, ഓഫ് ആയി പോകും. സോ ഇതൊരു റെപ്രസിബിൾ ഓപ്രോൺ ആണ്. ദ ഓപ്രോൺ comprise 5 structural gene. അപ്പോൾ ഇത് നോക്കിയേ, ഫിഗർ നോക്കിയേ, ട്രിപ്പ് E, ട്രിപ്പ് D, ട്രിപ്പ് C, ട്രിപ്പ് B, ട്രിപ്പ് A, അങ്ങനെ ഇത്രയും സ്ട്രക്ചറൽ ജീൻ, 5 സ്ട്രക്ചറൽ ജീൻസ് അടങ്ങുന്നതാണ് ഈ ഒരു ഓപ്രോൺ. ദാറ്റ് എൻകോഡ് എൻസൈം എസെൻഷ്യൽ ഫോർ ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ്. അപ്പോൾ ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിന് വേണ്ടി എൻകോഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ ജീൻസുകളാണ് ട്രിപ്പ് E, ട്രിപ്പ് D, ട്രിപ്പ് C, ട്രിപ്പ് B, ട്രിപ്പ് A എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. ഇവർക്കൊരു പ്രൊമോട്ടർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ പ്രൊമോട്ടറിലേക്കാണ് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റെപ്രസർ, ട്രിപ്റ്റോഫാന്റെ റെപ്രസർ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്? ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്കൊരു ലീഡർ സീക്വൻസ് ഉണ്ട്, ട്രിപ്പ് L എന്ന് പറയും. ഈ ലീഡർ സീക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ എ ഷോർട്ട് കോഡിംഗ് റീജിയൻ ഇൻവോൾവ് ഇൻ അറ്റുനേഷൻ ആൻഡ് ഓക്കെ. അപ്പോൾ ഇത് ലീഡർ സീക്വൻസ് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 4 സീക്വൻസ് അടങ്ങുന്നത്. സീക്വൻസ് 1, സീക്വൻസ് 2, സീക്വൻസ് 3, സീക്വൻസ് 4, അങ്ങനെ ഒരു 4 സീക്വൻസ് അടങ്ങുന്നതാണ് ഈ പറയുന്ന ലീഡർ സീക്വൻസ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചറൽ ജീനാണ് ട്രിപ്പ് E, ട്രിപ്പ് D, ട്രിപ്പ് C, ട്രിപ്പ് B, ട്രിപ്പ് A എന്ന് പറയുന്നത്. ഇവരാണ് ട്രിപ്റ്റോഫാന് ആവശ്യമുള്ള എൻസൈംസിന് വേണ്ടി എൻകോഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ നോക്കാം. ഇപ്പൊ ട്രിപ്റ്റോഫാൻ ആബ്സെന്റ് ആവുന്ന സമയത്ത് എന്താ നടക്കണമെന്ന് നോക്കാം. ദ ട്രിപ്റ്റോ റെപ്രസർ പ്രോട്ടീൻ ഈസ് ഇൻആക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്? ഈ ഒരു ട്രിപ്റ്റോഫാൻ ആബ്സെന്റ് ആയിരുന്ന ടൈമിൽ, ട്രിപ്റ്റോഫാൻ ഇല്ലാത്ത സമയത്ത് എന്താ ചെയ്യുന്നത്? റെപ്രസർ പ്രോട്ടീൻ ഇൻആക്റ്റീവ് രൂപത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഇതാണ് നമ്മുടെ ട്രിപ്പ് R റെഗുലേറ്റർ ജീൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ട്രിപ്പ് റെപ്രസർ. സോ ഈ ഒരു ട്രിപ്റ്റോഫാൻ ആബ്സെന്റ് ആവുന്ന സമയത്ത് എന്താണ്? ഇതിനൊരിക്കലും ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? RNA പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് ധാരാളം ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ട്രിപ്റ്റോഫാൻ
ട്രിപ്റ്റോഫാൻ പ്രസന്റ് ആവുന്ന സമയത്ത് എന്താ നടക്കുന്നത്? ട്രിപ്റ്റോഫാൻ പ്രസന്റ് ആണെങ്കിൽ പിന്നെ ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ട്രിപ്റ്റോഫാൻ ആക്ട് ആസ് എ കോ റെപ്രസർ, അതൊരു കോ റെപ്രസർ ആയിട്ട് ആക്ട് ചെയ്യും. ബൈൻഡിങ് ടു ട്രിപ്പ് റെപ്രസർ പ്രോട്ടീൻ, അതെന്താ ചെയ്യുന്നത്? ട്രിപ്റ്റോഫാൻ ട്രിപ്പ് റെപ്രസർ പ്രോട്ടീൻ ആയിട്ട് ബൈൻഡ് ചെയ്യും. Okay, binding to trip repressor protein, the activated repressor tryptophan complex attached to the operator. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതേ കണ്ടോ, ഇവിടെ റെഗുലേറ്റർ ജീനിൽ നിന്ന് ട്രിപ്പ് റെപ്രസർ ഉണ്ടായി. ഈ റെപ്രസറിലേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യും? ട്രിപ്റ്റോഫാൻ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു റെപ്രസർ ട്രിപ്റ്റോഫാൻ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഓപ്പറേറ്റർ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദിസ് ബ്ലോക്ക് RNA polymerase ലീഡിംഗ് ടു ട്രാൻസ്ക്രിപ്ഷൻ, റെപ്രഷൻ ആൻഡ് നോ എൻസൈം സിന്തസിസ്. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. Thus high tryptophan represses the operon while low tryptophan activate. അപ്പോൾ ട്രിപ്റ്റോഫാൻ കുറവായിരിക്കണം, എന്നാലേ ആ ഒരു ട്രിപ്റ്റോഫാൻ ഓപ്രോൺ വർക്ക് ചെയ്യുള്ളൂ. കാരണം ട്രിപ്റ്റോഫാൻ ഓപ്രോൺ എന്തിനു വേണ്ടിയാണ്? ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കാനാണ്. ധാരാളം ട്രിപ്റ്റോഫാൻ ഉണ്ടെങ്കിൽ പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇതിനടുത്തതാണ് റെഗുലേഷൻ ബൈ അറ്റ്യൂനേഷൻ. അറ്റ്യൂനേഷൻ ഈസ് എ അഡീഷണൽ കൺട്രോൾ ലെവൽ ദാറ്റ് ഫൈൻ ട്യൂൺ tryptophan synthesis post transcription initiation. It rely on the formation of alternative secondary structure hairpin within the leader mRNA, that is TRPL region. TRPL region നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ 4 സീക്വൻസസ് ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി പറയാം. TRPL റീജിയനിൽ 4 ഷോർട്ട് സീക്വൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് സീക്വൻസ് 1, 2, 3, 4 അങ്ങനെ 4 സീക്വൻസസ് ഉണ്ടാകും. ദേ ആർ കാപ്പബിൾ ഓഫ് ഫോമിങ് ഹെയർപിൻ ലൂപ്സ്. അപ്പോൾ ഇവർക്ക് എന്താണ് ഹെയർപിൻ ലൂപ്പുകൾ? ഹെയർപിൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്, അതിനൊരു ഹെയർപിൻ ലൂപ്പ് ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, and it features 2 tryptophan codon that gauge tryptophan availability. അപ്പോൾ നോക്കുക, when tryptophan is high, ഇപ്പോൾ ഇതാണ് നോക്കിക്കേ, ഇത് നമ്മളുടെ ഓപ്രോൺ ആണ്, ഇതാണ് നമ്മളുടെ ലീഡർ സീക്വൻസ്. ഇതേ കണ്ടോ, 4 സീക്വൻസ് ഉണ്ട്. സീക്വൻസ് 1, സീക്വൻസ് 2, സീക്വൻസ് 3, സീക്വൻസ് 4. ഇതാണ് ആ ലീഡർ സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ സീക്വൻസിനും മൂന്നാമത്തെ സീക്വൻസിനും ഒരു ഹെയർ ലൂപ്പ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? രണ്ടാമത്തെ ലൂപ്പിനും മൂന്നാമത്തെ ലൂപ്പിനും എന്ത് ചെയ്യാൻ പറ്റും? ഹെയർ പിൻ ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമത്തെ ലൂപ്പിനും നാലാമത്തെ ആൾക്കും, അതായത് മൂന്നാമത്തെ സീക്വൻസിനും നാലാമത്തെ സീക്വൻസിനും എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഹെയർ ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ പറ്റും? രണ്ടാമത്തെ സീക്വൻസിനും മൂന്നാമത്തെ സീക്വൻസിനും പിന്നെ മൂന്നാമത്തെ സീക്വൻസിനും നാലാമത്തെ സീക്വൻസിലും. അതിൽ ഈ 3ഉം 4ഉം എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്? അവർ ഭയങ്കര സ്ട്രോങ് ബൈൻഡിങ് ആണ്. കാരണം അവിടെ എന്താണ് GC ബോണ്ട് ഭയങ്കര കൂടുതലാണ്. ധാരാളം GC ബോണ്ട് ഉള്ളത് കൊണ്ട് ഇവർ തമ്മിലുള്ള ബൈൻഡിങ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കുള്ളൂ. 2ഉം 3ഉം തമ്മിലുള്ള ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ അവിടെ GC ബോണ്ട് വളരെ കുറവായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്ട്രക്ചർ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ട്രിപ്റ്റോഫാൻ ഇസ് ഹൈ, ട്രിപ്റ്റോഫാൻ ഹൈ ആവുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ദ റൈബോസോം ട്രാൻസ്ലേറ്റ് ദ ലീഡർ പെപ്റ്റൈഡ് റാപ്പിഡ്ലി. ദിസ് അലൗ ദ ഫോർമേഷൻ ഓഫ് 3 to 4 ഹെയർ പിൻ വിച്ച് ആക്ട് ആസ് എ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റർ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? 3-4 ഹെയർ പിൻ ആണ്. ദ ട്രാൻസ്ക്രിപ്ഷൻ ഹാൾട്ട് ബിഫോർ റീച്ചിങ് ദ സ്ട്രക്ചറൽ ജീൻ പ്രിവെന്റിംഗ് എൻസൈം സിന്തസിസ്. അപ്പോൾ നമുക്കറിയാം ഈ ലീഡർ സീക്വൻസിന്റെ തൊട്ടപ്പുറത്താണ് സ്ട്രക്ചറൽ ജീനുകളുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഹെയർ പിൻ ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറൽ ജീനിലേക്ക് RNA പോളിമറേസിന് എത്താനും പറ്റൂല, ട്രാൻസ്ക്രിപ്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രിപ്റ്റോഫാൻ ലോ ആവുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ദ റൈബോസോം സ്റ്റോൾ അറ്റ് ദ 2 tryptophan codon in region 1. This facilitates the formation of 2 to 3 hairpin which serve as an anti-terminator. The RNA polymerase continues transcription leading to the enzyme production for tryptophan synthesis. ഓക്കെ, അപ്പോൾ ട്രിപ്റ്റോഫാൻ ലോ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഹെയർപിൻ ലൂപ്പാണ് എന്ത്? 2 to 3 എന്ന് പറയുന്നത്. 2ഉം 3ഉം തമ്മിലുള്ള ഒരു ഹെയർപിൻ ഫോർമേഷനാണ് ട്രിപ്റ്റോഫാൻ ലോ ആവുന്ന സമയത്തുള്ളത്. പിന്നെ ട്രിപ്റ്റോഫാൻ ഹൈ ആവുന്ന സമയത്തുള്ള ലൂപ്പാണ് 3 to 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കിക്കേ, ഹൈ ട്രിപ്റ്റോഫാൻ കൂടുതലാവുന്ന സമയത്ത് എന്താണ്? നമുക്കപ്പോൾ ഈ ഒരു ട്രിപ്റ്റോഫാൻ ഓപ്രോൺ കണ്ടിന്യൂ ചെയ്യേണ്ട, നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുക? അന്നേരം റെപ്രസർ ആക്റ്റീവ് ചെയ്യും. പിന്നെ ഉണ്ടാവുന്ന ലൂപ്പാണ് 3 to 4 എന്ന് പറയുന്ന ലൂപ്പ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ലോ ട്രിപ്റ്റോഫാൻ ആവുന്ന സമയത്ത് റിപ്രസർ ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ഉണ്ടാവുന്ന ലൂപ്പാണ് 2 to 3 എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ E Coli, ദ അറാബിനോസ് ഓപ്രോൺ. ഇനി അടുത്ത ഓപ്രോൺ ആണ് അറാബിനോസ് ഓപ്രോൺ ഓർ Ara Operon. ദ Ara Operon in E Coli govern the metabolism of sugar L-arabinose. അപ്പോൾ ഇവിടുത്തെ ഏത് ഷുഗറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? അറാബിനോസ്, L-arabinose എന്ന് പറയുന്ന ഷുഗറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് എക്സംപ്ലിഫൈസ് ആൻ ഓപ്രോൺ റെഗുലേറ്റഡ് ബൈ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കൺട്രോൾ മെക്കാനിസം. The operon enable E. coli to produce enzymes that convert arabinose into glycogen
glycolysis intermediate only when arabinose is present and glucose is absent. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ ഒരു ഓപ്രോണിൽ എന്താണ് അറാബിനോസിനെ ഗ്ലൈക്കോലൈസിസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആക്കി മാറ്റുന്ന ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്രോൺ മെയിനായിട്ട് ചെയ്യുന്നത്. അത് ഏത് സമയത്താണ് അറാബിനോസ് പ്രസൻ്റ് ആയിരിക്കണം, ഗ്ലൂക്കോസ് ആബ്സെൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ സ്ട്രക്ചറൽ ജീൻസ് ഏതൊക്കെയാണ്. ഇവിടുത്തെ സ്ട്രക്ചറൽ ജീൻസ് ആണ് അര ബി, അര എ, അര ഡി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത്. ദേ എൻകോഡ് എൻസൈം റിക്വയർഡ് ഫോർ അറാബിനോസ് മെറ്റാബോളിസം. ഓക്കെ, അപ്പോൾ അര ബി എന്ന് പറയുന്നത് എന്താണ്, അത് കോഡ് ചെയ്യുന്ന എൻസൈമാണ് റിബുലോകൈനേസ് എന്ന് പറയുന്നത്. അര എ ആണെങ്കിൽ എൽ അറാബിനോസ് ഐസോമറൈസ്, അര ഡി ആണെങ്കിൽ റിബുലോസ് 5-ഫോസ്ഫേറ്റ് എപ്പിമറൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ എൻസൈംസിന് വേണ്ടി കോഡ് ചെയ്യുന്ന സ്ട്രക്ചറൽ ജീനുകളാണ് അര ബി, അര എ, അര ഡി. ഇൻ റെഗുലേറ്ററി റീജൻസ് അര സി ജീൻ. ഓക്കെ, അതെ ഇതാണ് നമ്മളുടെ റെഗുലേറ്ററി ജീൻ. അര സി ജീനാണ് എന്ത് റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത്. ദേ പ്രൊഡ്യൂസ് ദ റെഗുലേറ്ററി പ്രോട്ടീൻ അറാസി. അപ്പോൾ അറാസി എന്ന് പറയുന്ന റെഗുലേറ്ററി പ്രോട്ടീൻ, ദാറ്റ് ഈസ് റെപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന റെഗുലേറ്ററി ജീനാണ് അറാസി എന്ന് പറയുന്നത്. പിന്നെ PBAD എന്നുണ്ട്. PBAD എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് പ്രൊമോട്ടറിൻ്റെ പേരാണ് PBAD. ഓക്കെ, ദ പ്രൊമോട്ടർ ഫോർ ARA-BAD ജീൻസ്. ഓക്കെ, സോ ഈ പറയുന്ന ARA-BAD ഇത്രയും സ്ട്രക്ചറൽ ജീൻസിൻ്റെ പ്രൊമോട്ടറാണ് PBAD എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനിഷ്യേറ്റർ സൈറ്റ് ഉണ്ട്, പിന്നെ ഓപ്പറേറ്റർ സൈറ്റ് ഉണ്ട്. ഇനിഷ്യേറ്റർ സൈറ്റ് എന്ന് പറയുന്നത് സിയും സൈക്ലിക് AMP CAP ആ ഒരു കോംപ്ലക്സ് ബൈൻഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഓർ ഇനിഷ്യേറ്റർ സൈറ്റ് എന്ന് പറയുന്നത്. ഇനിഷ്യേറ്റർ സൈറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഓപ്പറേറ്റർ സൈറ്റ് ഉണ്ട്, O എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ സൈറ്റിലാണ് നമുക്കറിയാം നമ്മളുടെ അറാസി, അതായത് അറാസി എന്ന് പറയുന്ന റെപ്രസറാണ്. റെപ്രസർ വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ് ഓപ്പറേറ്ററിൻ്റെ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ റെഗുലേഷൻ എങ്ങനെയാണ്. ദ അറാസി പ്രോട്ടീൻ ഫങ്ഷൻ ആസ് ബോത്ത് റെപ്രസർ ആൻഡ് ആക്ടിവേറ്റർ ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അറാബിനോസ്. അപ്പോൾ അറാബിനോസ് ഉണ്ടോ ഇല്ലേ എന്ന് ബേസ് ചെയ്തിട്ടാണ് അറാസി എന്ന് പറയുന്നത്. അത് റെപ്രസർ പ്രോട്ടീൻ ആണ് അറാസി. അത് രണ്ടുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, റെപ്രസറും ആക്ടിവേറ്ററും രണ്ടുമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറാബിനോസ് ആബ്സെൻ്റ് ആവുന്ന നെഗറ്റീവ് കൺട്രോൾ നോക്കാം. അതായത് അറാബിനോസ് ഇല്ല, ഇനി എന്താ സംഭവിക്കാം, അറാസി പ്രോട്ടീൻ എക്സിസ്റ്റ് ആസ് ഡൈമർ and bind to the two sides, that is Ara O2 and Ara I1. that is ഈ പറയുന്ന അറാസി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇപ്പോൾ അറാബിനോസ് ഇല്ലാത്തൊരു സമയമാണ്. അറാബിനോസ് ഇല്ലെങ്കിൽ അതൊരു റെപ്രസറിൻ്റെ രൂപത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അത് നേരെ ഓപ്പറേറ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും, ഓപ്പറേറ്ററിലേക്കും ഇനിഷ്യേറ്ററിലേക്കും വന്ന് ഇനിഷ്യേറ്റിംഗ് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. ആൻഡ് ദിസ് ലൂപ്പിംഗ് ഓഫ് DNA ഫിസിക്കലി ഒബ്സ്ട്രക്ട് RNA പോളിമറൈസ് ഫ്രം ബൈൻഡിങ് ടു ദ PBAD പ്രൊമോട്ടർ. അപ്പോൾ ഇങ്ങനെ ഇവരിവിടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ RNA പോളിമറൈസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്ററിന്റെ പേരാണ് പ്രൊമോട്ടറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. പ്രൊമോട്ടറിന്റെ പേരാണ് PBAD എന്ന് പറയുന്നത്. അറാസി എന്ന് പറയുന്നത് റെപ്രസറാണ്. ഓക്കെ, അപ്പോൾ അറാസി എന്ന് പറയുന്ന റെപ്രസറിന് ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ RNA പോളിമറൈസിന് പ്രൊമോട്ടറിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കോൺസിക്വന്റ്ലി ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ARA-BAD ജീൻ ഈസ് ഹാൾട്ടഡ്. അപ്പോൾ ആ സ്ട്രക്ചറൽ ജീൻസിൽ നിന്ന് എൻസൈംസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് അറാബിനോസ് ആബ്സെന്റ് ആവുന്ന സമയത്താണ് ഇങ്ങനെ ഒരു DNA ലൂപ്പ് ഫോം ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ആവുന്നത്. ഓക്കെ, ഇനി പോസിറ്റീവ് കൺട്രോൾ. അപ്പോൾ അറാബിനോസ് പ്രസന്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, അറാബിനോസ് ബൈൻഡ് ടു അറാസി പ്രോട്ടീൻ. അറാബിനോസ് ഉണ്ടെങ്കിൽ അത് നേരെ തന്നെ നമ്മളുടെ അറാസി എന്ന് പറയുന്നത് ആ ഒരു റെപ്രസർ പ്രോട്ടീൻ ആണല്ലോ, ആ റെപ്രസർ പ്രോട്ടീനിൽ വന്ന് ബൈൻഡ് ചെയ്യും, അതിന് ഷേപ്പ് മാറ്റും. എന്നിട്ട് ഈ ഒരു അറാബിനോസ് കോംപ്ലക്സ് വന്ന് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇനീഷ്യേറ്ററിൻ്റെ അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് റിലീസ് ദ DNA ലൂപ്പ്. അപ്പോൾ ആ ഒരു DNA ലൂപ്പ് പോയിട്ട് RNA പോളിമറൈസിന് നമ്മളുടെ പ്രൊമോട്ടറിൽ PBAD എന്ന് പറയുന്ന പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. In the absence of glucose, cyclic AMP also bind near the promoter, further enhancing transcription. അറാബിനോസ് പ്രസന്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, അറാബിനോസ് പ്രസന്റ് ആയിരിക്കുമോ ഗ്ലൂക്കോസ് ആബ്സെന്റ് ആയിരിക്കും. അന്നേരം CAMP ബൈൻഡ് ചെയ്യും, ട്രാൻസ്ക്രിപ്ഷൻ ഓൺ ആകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, നെഗറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അറാസി റെപ്രസർ എന്താ ചെയ്യുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യും ബൈ ലൂപ്പിംഗ് DNA വെൻ അറാബിനോസ് ഈസ് ആബ്സെന്റ്. അപ്പോൾ അറാബിനോസ് ആബ്സെന്റ് ആവുന്ന സമയത്ത് അറാസി എന്ന് പറയുന്ന റെപ്രസർ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്, ഓപ്പറേറ്ററിലേക്കും ഇനിഷ്യേറ്ററിലേക്കും ഒന്ന് ബൈൻഡ് ചെയ്ത് DNA ലൂപ്പ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് കൺട്രോൾ എന്ന് പറയുമ്പോൾ അറാസി എന്താ ചെയ്യുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യിക്കും. അതെങ്ങനെയാണ്, ഈ പറയുന്ന അറാബിനോസ് എന്താ ചെയ്യുന്നത്, ഈ ഒരു അറാബിനോസ് അറാസിയായിട്ട് ബൈൻഡ് ചെയ്ത് അറാബിനോസ് അറാസി കോംപ്ലക്സ്
ഫോം ചെയ്ത് ആ ഒരു ഇനിഷ്യേറ്റർ ഭാഗത്ത് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, ട്രാൻസ്ക്രിപ്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഗ്ലൂക്കോസ് ആബ്സെന്റ് ആയിക്കുള്ളൂ ഈ ഒരു കണ്ടീഷനിൽ. അപ്പോൾ അറാബിനോസ് ഇല്ലെങ്കിൽ അറാസി ബൈൻഡ് ടു അറ ഓപ്പറേറ്റർ ആൻഡ് ഇനിഷ്യേറ്റർ DNA ലൂപ്പ് ചെയ്യും, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ചെയ്യും. അറാബിനോസ് ഉണ്ടെങ്കിൽ അറാസി എന്താ ചെയ്യുന്നത്, അറാസി ബൈൻഡ് ടു അറ ഇനിഷ്യേറ്റർ I1 I2 ആൻഡ് ലൂപ്പ് റിമൂവ്, ട്രാൻസ്ക്രിപ്ഷൻ ഓൺ ആവും. ഗ്ലൂക്കോസ് പ്രസന്റ് ആയിരിക്കും എന്താ സംഭവിക്കുക, സൈക്ലിക് AMP കുറവായിരിക്കുള്ളൂ. അപ്പോൾ CAMP ആബ്സെന്റ് ആയിക്കുള്ളൂ, ട്രാൻസ്ക്രിപ്ഷൻ വീക്ക് ആയിക്കുള്ളൂ. എപ്പോഴും ഈ ഒരു അറാബിനോസ് ഓപ്രോന്റെ കേസ് പറയുമ്പോൾ ഗ്ലൂക്കോസ് ആബ്സെന്റ് ആയിരിക്കണം. ഓക്കെ, so the Ara Operon illustrate how a single regulatory protein Ara-C can function as both activator and repressor. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അറാസി രണ്ട് രീതിയിലും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതൊരു ആക്ടിവേറ്റർ ആവുന്നുണ്ട്, റെപ്രസർ ആവുന്നുണ്ട്. ഓക്കെ, ഇത് സെർവ് ആസ് ആൻ എക്സലന്റ് മോഡൽ ഫോർ കോംപ്രിഹെൻഡിങ് ഡ്യുവൽ കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ prokaryotes. ഓക്കെ, താങ്ക് യു.